ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ ഉത്സവമാണ്. മകേര ഉത്സവം പ്രമാണിച്ച് ഞങ്ങൾക്കുള്ള പിന്നെ ഞങ്ങൾ എന്തൊക്കെയാണ് വയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടേ. ഞങ്ങൾ പരിപ്പ്, പായസം, ഇഞ്ചിക്കറി, സാമ്പാർ, അവിയൽ, തോരൻ, പച്ചടി, കിച്ചടി, ഇഞ്ചി, നാരങ്ങ, അച്ചാർ, മാങ്ങ അച്ചാർ, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, സമൃദ്ധമായിട്ടുള്ള അടിച്ചു പൊളിച്ചുള്ള ഉത്സവം. ഞങ്ങൾ അവിയൽ ഇനിയിപ്പോൾ വയ്ക്കണം. ഇനി അരപ്പരച്ചിടാം. ഗൈസ്, നമ്മൾ ഇനി ഇപ്പൊ ഉണ്ടാക്കുന്നത് എന്തുവാ? ഇനി ചെറുപയർ പരിപ്പ്. ചെറുപയർ പരിപ്പ് കണ്ട പരിപ്പ് വേണ്ട വേണ്ട വേണ്ട. ചെറുപയർ അലവാക്കിയിട്ട് അത് പരിപ്പാക്കുന്നു. ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കുക്കറിലടിക്കണം. 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് വേവുമ്പോഴത്തേക്ക് അരപ്പ് ചേർക്കണം. ഓക്കെ. അപ്പൊ നമ്മളിപ്പം കറന്റ് നമുക്ക് അവിയൽ ചേർക്കണം. അവിയലിന് അരപ്പിടണം. പിന്നെ ചെറുപയർ പരിപ്പ് വയ്ക്കണം. പിന്നെ നമ്മുടെ പച്ചടി സെറ്റാക്കണം. ഇതൊക്കെയാണ് നല്ല ചോറ് ആവുന്നുണ്ട്. ഉത്സവ പ്രതീതിയാണ് മൊത്തം. ഇഞ്ചിക്കറി ഇന്നലെ വെച്ച് ഇന്നലെ അല്ലേ ഇത് രാവിലെ ഇട്ടമ്മ അത് തോരൻ സെറ്റാണ്. മാങ്ങ അച്ചാർ വെച്ച് ഭരണിയിലിരിക്കുന്നുണ്ട് കൈസോ. ഇഞ്ചിക്കറി സാമ്പാറൊക്കെ രാവിലെ ഞങ്ങൾ ദോശയുടെ കൂടെ സാമ്പാറാണ്. രാവിലെ തന്നെ സാമ്പാർ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ചൂടാക്കി എടുത്ത് അങ്ങനെ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ അവിയലും എല്ലാം സെറ്റായി. ഞങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. രാവിലെ തന്നെ തുടങ്ങിയിട്ട് കറികളെല്ലാം ഒരുവിധം പെട്ടെന്ന് ആക്കി ഞാനും അമ്മയും കൂടി ഒറ്റ കൈയായിട്ട് കണ്ട പരിപ്പ് കണ്ട നല്ല കളർ. ഞാൻ ഇത്രയും കളർ പ്രതീക്ഷിച്ചില്ല. എന്താ എനിക്കറിയാം, ആദ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മണവും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അമ്മ ഭയങ്കര സ്പീഡാട്ടോ. നമ്മൾ അരിഞ്ഞൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് അമ്മ പടപടപടാ കറികളൊക്കെ ഉണ്ടാക്കും. ഞാൻ ഉള്ളി അരിയാണ് ഗൈസ്. ചിക്കൻ നമ്മൾ സാധാരണ സദ്യക്ക് വെക്കത്തില്ലെങ്കിലും നമുക്ക് ചിക്കനൊരു രസമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചിക്കനും കൂടി വാങ്ങിച്ചിട്ടായിരുന്നു. ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളെ ഉമ്മിയും അപ്പിയും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അണ്ടർവെയറൊക്കെ ഉണ്ടല്ലേ, സോറി ഗൈസ്. നമ്മുടെ നവനീത് വീണ്ടും ഇവിടെ നിൽക്കുന്നുണ്ട്. നവനീതിനെ നല്ല വ്യക്തമായിട്ട് നിങ്ങൾ കാണേണ്ടതാണ്. ഹലോ നവനീത്. മറ്റേ യൂട്യൂബ് ചാനലിൽ ഫേമസ് അടുത്തതായി ഗാനം ആലപിക്കാൻ പോകുന്നത് അഫ്നാനിച്ച് വളക്കിളിക്കണ കുഞ്ഞോളി. നമ്മുടെ ഞാൻ കണ്ട് പാട്. ഏയ് തിളച്ച് വെന്തിട്ടേ തേങ്ങാപ്പാൽ പിന്നെ ഞങ്ങളിങ്ങനെ വിളമ്പൽ പരിപാടികളിലോട്ടൊക്കെ ഇറങ്ങി കണ്ട എല്ലാവരും വന്നിരുന്നു. നല്ല രസമാണ് സത്യം പറഞ്ഞാൽ. അച്ഛനും അമ്മയും വാപ്പിയും ഉമ്മിയും മീനുവും ചേച്ചിയും അളിയനും ചേച്ചിയുടെ അളിയൻ്റെ അച്ഛനും എൻ്റെ അനിയത്തിയും ആശിക്കും ബബിയും ഞാനും. മുച്ചാമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. മുച്ചാമ്മയ്ക്ക് പനിയൊക്കെ ആയിരുന്നു, നല്ല പനിയായിരുന്നു. എനിക്കും പനിയായി. ഞങ്ങൾക്ക് ആഫി ആദ്യം പനി കൊണ്ട് തന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായി. അതുകൊണ്ട് എല്ലാവർക്കും സൗണ്ടൊക്കെ അടങ്ങിയിരിക്കുക. അങ്ങനെ എല്ലാവരും കൂടി ഉള്ളപ്പം എന്ത് പ്രോഗ്രാം ആണെങ്കിലും അടിപൊളിയായിരിക്കും.
അപ്പോൾ ഞങ്ങൾക്ക് ഉത്സവം പെരുന്നാൾ കഴിഞ്ഞിട്ടൊരു 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഉത്സവം. അപ്പം സദ്യയൊക്കെ വെച്ചു. അവിടെ നിന്ന് ബിരിയാണി ആയിരുന്നു, ഇന്ന് സദ്യയായിരുന്നു. നല്ല രസമാണ്. ബിരിയാണി കഴിച്ചിട്ട് സദ്യ കഴിക്കാം. ഇനിയിപ്പോൾ ഇവിടെ ഇനി കുറേ പ്രോഗ്രാംസ് ഉണ്ട്. നമ്മുടെ ജംഗ്ഷനിൽ പിന്നെ ഫ്ലോട്ടുകൾ വരും. അതൊക്കെ അടിപൊളിയാണ്, നല്ല രസമാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷവും അവിടെ പോയി അടിച്ച് പൊളിച്ചതാണ്. അപ്പോൾ നമ്മൾ സദ്യയ്ക്കുണ്ടായിരുന്നത് ബോളി ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ മമ്മി പോയി ബോളി വാങ്ങിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ പായസത്തിലൂടെ കഴിച്ചു. അതും കൂടി അപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ചിക്കൻ കറി ഉണ്ടായതുകൊണ്ട് കുറച്ചും കൂടി രസമായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ ഫാമിലി ടൈം ഇരുന്ന് സിനിമ കണ്ടു. കുറേ തമാശ സിനിമാസ് ഉണ്ടല്ലോ നമ്മുടെ മലയാളത്തിലെ എവർഗ്രീൻ ഹിറ്റ്, അങ്ങനെ കുറേ സിനിമകൾ കണ്ടു. കുറേ എല്ലാവരും ഒരേപോലെ ആസ്വദിച്ചു.